Hi friends, hope you all are having a good time. Today I'm here to tell you an interesting story. Don't you remember the old man who had large wings about whom we had discussed? നമ്മൾ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു വയസ്സായിട്ടുള്ള ഒരു ആള് വലിയ ചിറകുകളോട് കൂടിയിട്ടുള്ള വയസ്സായിട്ടുള്ള ഒരാളെ പറ്റി പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? സോ ദ മെയിൻ ക്യാരക്ടർ ഓഫ് അവർ സ്റ്റോറി ഈസ് ദിസ് ഓൾഡ് മാൻ ഹു ഹാസ് ലാർജ് വിങ്സ്. അപ്പോൾ വലിയ ചിറകുകളോട് കൂടിയിട്ടുള്ള ഈ ഒരാളാണ് നമ്മുടെ ഇന്നത്തെ കഥയിലെ പ്രധാന കഥാപാത്രം. ദിസ് സ്റ്റോറി ഈസ് സെറ്റ് ഇൻ എ കോസ്റ്റൽ വില്ലേജ്. ഈ ഒരു കഥ എവിടെയാണ്? ഒരു കടൽ കടൽ തീരത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. ദ അതർ ക്യാരക്ടേഴ്സ് ഓഫ് ദി സ്റ്റോറി ആർ പെലയോ ആൻഡ് ഹിസ് വൈഫ് എലിസെൻജ. മറ്റ് ചില കഥാപാത്രങ്ങൾ ഈ ഒരു കഥയിലേക്ക് വരുന്നവരാണ് പെലയും എലിസെൻജയും. സോ ഹാവ് യു സീൻ എ പേഴ്സൺ, എ ഹ്യൂമൻ ബീയിങ് വിത്ത് ലാർജ് വിങ്സ് ഓർ ഹു ഹാസ് വിങ്സ്? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതേപോലെ ചിറകുകോ ചിറക് വെച്ചിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? ചിറക് വെച്ചതല്ല, ചിറകുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടോ? ആരും കാണാൻ സാധ്യതയില്ല. പക്ഷികൾക്കല്ലേ സാധാരണ ചിറക് ഉണ്ടാവാറ്. പക്ഷെ നിങ്ങൾ ഈ ഡിസ്നി മൂവീസ് ഒക്കെ കാണുകയാണെങ്കിൽ, ഡിസ്നി മൂവീസ് കാണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡിസ്നി മൂവീസിലൊക്കെ ഫെയറീസ് ആയിട്ടും ഒക്കെ വരുന്ന കഥാപാത്രങ്ങൾക്ക് ചിറകുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഈ കഥയിലെ ഒരു പ്രത്യേകത ഇതാണ്, ഇതിലൊരു മാജിക്കൽ എലമെന്റ് ഉണ്ട്. ഈ മാജിക്കൽ എലമെന്റ് എന്ന് പറയുന്നത് ആരായിരിക്കും? അതെ, ഈ പ്രായം ചെന്ന വലിയ ചിറകുകളോട് കൂടിയിട്ടുള്ള ആള് തന്നെയാണ് നമ്മളുടെ ഈ ഒരു കഥയിലെ മാജിക്, അതായത് ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കഥയിൽ ഉപയോഗിക്കുന്ന ശൈലി, അതായത് നമ്മൾ സാധാരണ കഥകൾ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ സാധാരണ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ പറയല്ലേ. ഇവിടെ എന്താണ്, ഈ ഒരാള് ഒരു പ്രത്യേകത ഉള്ള ഒരു ചിറക് വെച്ചിട്ടുള്ള ഒരു മനുഷ്യനെ പറ്റി പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇതിലുപയോഗിക്കുന്ന ശൈലിയെയാണ് നമ്മൾ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊഫൈലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാജിക്കൽ റിയലിസം എന്ന സ്റ്റൈലിനെ പറ്റി. അപ്പോൾ അതാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഉദാഹരണം. നമുക്ക് ഈ കഥയിൽ മാജിക്കൽ റിയലിസം ഉണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ശൈലിയിൽ നമ്മൾ കഥ എഴുതിയത് വെറും ഇയാൾ മാത്രമൊന്നും അല്ല കേട്ടോ. നമ്മുടെ മലയാളത്തിലുള്ള എഴുത്തുകാരും ഇങ്ങനത്തെ ശൈലിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്നുള്ള ബുക്കിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വായിച്ചിരിക്കാനുള്ള സാധ്യത കുറവാണ്, എങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ അതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഒരു ശൈലിയാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള മാജിക്കൽ റിയലിസം. ഇനി നമുക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആ, ഏഹ്, വിശ്വവിഖ്യാതമായ മൂക്ക് എന്നുള്ള ഒരു കഥ, അത് നമുക്ക് ഏതാണ്ട് പറയാൻ പറ്റും. ഈ ഒരു മാജിക്കൽ റിയലിസത്തിന്റെ ഒരു ചെറിയൊരു എലമെന്റ് അവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുത്തുകാരും എന്താണ് ഈ ഒരു ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഥയിലേക്ക് വരികയാണെങ്കിൽ, വൺ ഈവനിങ് ക്ലെയോ വാസ് കമ്മിങ് ബാക്ക് ടു ഹിസ് ഹൗസ്. ഒരു ദിവസം വൈകുന്നേരം എന്താണ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു ആര്? ക്ലെയോ. ഹീ സോ സംതിങ് മൂവിങ് ഇൻ ദ മഡ്. ഈ ചെളിയിൽ ഇങ്ങനെ ഇളകി കളിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. എ മാൻ വാസ് ലൈങ് ഹിസ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അപ്പൊ എന്താണ് കാണുന്നത്? ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? മുഖം താഴേക്ക്, അതായത് മണ്ണിലേക്ക് നോക്കിക്കൊണ്ടും, അതായത് മണ്ണിലേക്ക് മുഖം ആ ഡയറക്ഷനിലേക്ക് വെച്ചിട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. എ മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അപ്പൊ എന്താണ്, ഒരു ആള് അദ്ദേഹത്തിന്റെ മുഖം താഴേക്കാക്കിയിട്ട് മണ്ണിൽ ഏതാണ്ട് എന്താ പതിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ആ രീതിയിലാണ്. ഹി കുഡിൻ ഗെറ്റ് അപ്പ് വിത്ത് ദ വെയിറ്റ് ഓഫ് ഹിസ് വിങ്സ്. അദ്ദേഹത്തിന്റെ ചിറകുകളുടെ കനം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പറക്കാനും അല്ലെങ്കിൽ എഴുന്നേക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല. സോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ പെലെയും ആദ്യമായിട്ടാണ് ചിറകുകളോട് കൂടിയിട്ടുള്ള ഒരാളെ കാണുന്നത്. സോ ഹി വാസ് ഫ്രൈറ്റൻഡ്. ഹി കോൾഡ് ഹിസ് വൈഫ് എലിസെൻജ. അദ്ദേഹം ആകെ പേടിച്ചുപോയി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം നേരെ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള എലിസെൻജയെ വിളിച്ചു. എലിസെൻജ വാസ് ബിസി ടേക്കിംഗ് കെയർ ഓഫ് ദെയർ സിക്ക് ചൈൽഡ്. അപ്പോൾ എലിസെൻജ ആ സമയത്ത് എന്തായിരുന്നു?
ഇവർക്ക് ഒരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടിയെ പരിപാലിക്കുക, അതായത് കുട്ടിക്ക് സുഖമില്ലാതിരിക്കുകയായിരുന്നു, പനിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആ കുട്ടീനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആര്? എലിസെൻഡ. സോ ദിസ് ഓൾഡ് മാൻ, ഹി വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. അദ്ദേഹത്തിൻ്റെ വസ്ത്രം എങ്ങനെയായിരുന്നു? ഈ പഴയ തുണികളും സാധനങ്ങളും ഒക്കെ നമ്മളെ കയ്യിൽ നിന്ന് ശേഖരിച്ച് വിൽക്കുന്ന ആളുകളില്ലേ, അവരെ പോലത്തെ ഒരു വസ്ത്രധാരണ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. പിന്നെ എന്താണ്, he had only a few hairs on his bald head. He had only a few hairs on his bald head. അദ്ദേഹത്തിന്റെ തലയിലാണെങ്കിൽ എന്താണ്, വളരെ കുറച്ച് മുടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. He had very few teeth. പല്ലുകളും എന്താണ്, പൊഴിഞ്ഞു പോയിട്ടുണ്ട്. His wings were dirty and half plucked. ചിറകുകളായിക്കോട്ടെ തീരെ വൃത്തിയില്ലാത്തതും എന്താണ്, പകുതി കൊഴിഞ്ഞതുമാണ്. തൂവലുകളൊക്കെ എന്തായിട്ടുണ്ട്, പകുതി പൊഴിഞ്ഞിട്ടും ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ പറക്കാനാവാത്തൊരവസ്ഥയിലാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഹി വാസ് മോസ്റ്റ്ലി സൈലന്റ്. ഇടയ്ക്കൊരു ഞരക്കോ അങ്ങനെ എന്തെങ്കിലും ഒച്ചകളല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു സംസാരം ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇല്ല. വെൻ പെലയോ ആൻഡ് എലിസെൻഡ സ്പോക്ക് ടു ഹിം, ഹി റിപ്ലൈഡ് ഇൻ ആൻ ഇൻകംപ്രിഹെൻസിബിൾ ലാംഗ്വേജ്. അദ്ദേഹത്തിനോട് ഈ ഒരു എലിസെൻഡയും പെലയോയും കാര്യങ്ങൾ ചോദിച്ചറിയാൻ നോക്കിയപ്പോൾ അദ്ദേഹം എന്താണ്, തിരിച്ച് മറുപടി പറയുന്നത് ഇൻകോംപ്രിഹെൻസിബിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭാഷയിലാണ് അദ്ദേഹം ഇതിനൊക്കെ എന്ത് പറയുന്നത്, മറുപടി പറയുന്നത്. സോ ദേ തോട്ട് ദാറ്റ് ഹി വാസ് എ കാസ്റ്റ്. അപ്പൊ ഇവരെന്ത് വിചാരിച്ചു, ഈ ആൾ എന്താണ്, ഏതോ ഒരു ഷിപ്പിൻ്റെ അകത്തുനിന്ന് ചിലപ്പോൾ ഷിപ്പെങ്ങാനും അപകടത്തിൽ പെട്ടപ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളായിരിക്കും. കാസ്റ്റവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട ആള്, രക്ഷപ്പെട്ടു വന്ന ആള് എന്നൊക്കെയുള്ള മീനിങ്സ് ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള ഒരാളായിരിക്കും ഇദ്ദേഹം എന്ന് ആര് വിചാരിച്ചു? പെലയും എലിസെൻഡയും വിചാരിച്ചു. അപ്പൊ എന്താണ്, ഇതൊന്നും കൂടി ഒന്ന് ഉറപ്പിക്കണമല്ലോ അല്ലെ? നമ്മളിപ്പോ ഒരാളെ പറ്റിയിട്ട്, ഒരാളെ ആദ്യമായിട്ട് കാണുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം, അസാധാരണമായിട്ടുള്ള ഒരു കാര്യം കാണുമ്പോൾ ഇത് നമുക്ക് തോന്നുന്നതല്ല, അത് ശരിക്കുള്ളതാണെന്നുള്ളത് വേറൊരാളോടും കൂടി ഒന്ന് നമുക്കൊന്ന് അഷ്വർ ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? ദേ കോൾഡ് ദെയർ നെയ്ബർ. അവരുടെ അയൽവാസീനെ എന്ന് വിളിക്കും. ഷീ ടോൾഡ് ദം ദാറ്റ് ഹീ വാസ് ആൻ ഏഞ്ചൽ. അപ്പോൾ അയൽവാസി അവിടുന്നും പോയി. ഇവര് വിചാരിച്ചത് എന്താണ്, ഇദ്ദേഹം ആരോ എന്താണ് രക്ഷപ്പെട്ട് വന്ന മനുഷ്യനോ, അങ്ങനെ എവിടുന്നെങ്കിലും അപകടത്തിൽ പറ്റിയിട്ട് അവിടുന്ന് രക്ഷപ്പെട്ട് വന്ന ആളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ഇവര് ധരിച്ചത്. പക്ഷെ അയൽവാസി അവിടുന്നും പോയി. അവരുടെ ഒരു നിരീക്ഷണത്തിൽ ഇയാൾ എന്താണ്, ഇയാൾ ഇവിടുത്തെ ആളൊന്നും അല്ല, ഇയാൾ എന്താണ്, എവിടുന്നോ വന്നൊരു മാലാഖയാണ് നിങ്ങളെന്താ ബാക്കില്, നിങ്ങളെ വീടിന്റെ ബാക്കിൽ വന്ന് കിടക്കുന്നത്. വന്നണഞ്ഞൊരു ഐശ്വര്യമാണ് എന്താണ് ബാക്കിൽ കിടക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവര് പറയുന്നത്. അതായത് ഓരോരുത്തർക്കും ഓരോ ഇന്റർപ്രിറ്റേഷൻസ് ആണ്, ആർക്കും ശരിക്കൊന്നും അറിയില്ല, അതാണ് സത്യം. പക്ഷെ ഇവര് പറയുന്നത് ഇവര് വിചാരിക്കുന്നത്, പെലയോ എലിസെൻഡന്റെയും കാഴ്ചപ്പാടിൽ ഇവരെന്താണ്, എവിടുന്നോ കപ്പലിൽ നിന്നോ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആള്. അയൽവാസി വിചാരിക്കുന്നത് എന്താണ്, ഇയാള് ഏതോ അത്ഭുത സിദ്ധികളുള്ള ഏതോ ഒരു മാലാഖയാണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ് അവരുടേതായിട്ടുള്ള ഇന്റർപ്രിറ്റേഷൻസ് അപ്പൊ ഇയാളെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. നൗ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ഡിഫിക്കൽട്ട് വേർഡ്സ് ഇൻ ദ സ്റ്റോറി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കഥയിലെ കുറച്ച് ബുദ്ധിമുട്ട് ഉള്ള വാക്കുകൾ, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വാക്കുകൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ, എന്തൊക്കെയാണ് മീനിങ്സ്. അത് കാരണം എന്താ വെച്ചാൽ വേർഡ് മീനിങ്സും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അല്ലേ. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. നമ്മളിവിടെ ആദ്യം നോക്കാൻ പോകുന്ന വേർഡ് എന്ന് പറയുന്നത് ഇംപീഡ് ആണ്. ഇംപീഡ് മീൻസ് ടു പ്രിവെന്റ് ഓർ ഹിൻഡർ. അതായത് ഒരു കാര്യത്തിനെ തടസ്സപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ഇംപീഡ് എന്ന് പറയുന്നത്. ലാർജ് സ്റ്റോൺ ഓൺ ദ റോഡ് ഇംപീഡഡ് ദ. റോഡിന്റെ മുകളിൽ വലിയ കല്ലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതെന്താവും, പോകാനൊരു തടസ്സം സൃഷ്ടിക്കും. അപ്പൊ ആ രീതിയിൽ ഒരു എക്സാമ്പിൾ കൊടുത്തതാണ് കേട്ടോ. ഗ്രോൺ ഈസ് എ സാഡ് സൗണ്ട് ബിക്കോസ് യു ആർ ഇൻ പെയിൻ.
നമ്മൾ പെയിനിലൊക്കെ നമ്മൾ വേദനയോടുകൂടി സൗണ്ട് ഉണ്ടാക്കുന്നതിനെയാണ്, നമ്മൾ വേദനിക്കുമ്പോൾ ഒക്കെ സൗണ്ട് ഉണ്ടാക്കുന്ന ആ സൗണ്ടാണ് നമ്മൾ ഗ്രോൺ എന്ന് പറയുന്നത്. റെയർ. റെയർ മീൻസ് ബാക്ക് സൈഡ്. ബാക്ക് സൈഡിനെ ആണ് നമ്മൾ റെയർ എന്ന് പറയുന്നത്. നമ്മൾ ഈ എന്താണ്, ദർ ഇസ് എ ഗാർഡൻ അറ്റ് ദ റെയർ ഓഫ് ദ ഹൗസ്. അപ്പോൾ എന്താണ്, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ദർ ഇസ് എ ഗാർഡൻ അറ്റ് ദ റെയർ ഓഫ് ദ ഹൗസ്. ഡ്രെൻച്ച്ഡ്, സോക്ഡ്. ഡ്രെൻച്ച്ഡ് എന്നുള്ളതിൻ്റെ മീനിങ് നനഞ്ഞ എന്നുള്ള മീനിങ് ആണുള്ളത്. ദ പ്ലേയേഴ്സ് were drenched in sweat after game. കളിക്കാരെല്ലാവരും കളി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, വേർത്ത് കുതിർന്നു, ഫുൾ വേർത്ത് നനഞ്ഞു. ഗ്രാൻഡർ, ഇംപ്രസീവ് അപ്പിയറൻസ്. എന്താണ്, വളരെ നല്ല ഭംഗിയുള്ള കാഴ്ചയിൽ വളരെ ഭംഗിയുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ഗ്രാൻഡർ. ദി ഗ്രാൻഡർ ഓഫ് രവിവർമാസ് പെയിന്റിങ്. അപ്പം നമ്മൾ രവിവർമ്മയുടെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഭംഗി എന്നുള്ള രീതിയിലാണ് ഇവിടെ ഈ സെൻറ്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ബസാർഡ്, എ ലാർജ് ബേർഡ് ഓഫ് പ്രേ. ബസാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഗരുഡൻ അല്ലെങ്കിൽ ഈ ഈഗിൾ, അതായത് മറ്റു കിളികളെയും ജീവികളെയൊക്കെ കൊന്ന് തിന്നുന്ന ഒരു ബേർഡിനെയാണ് നമ്മൾ ബസാർഡ് എന്ന് പറയുന്നത്. പാബിഡിയൻ എന്നാണ് ശരിക്കും മലയാളത്തിലുള്ള മീനിങ്. എ ബസാർഡ് വാസ് സർക്ലിംഗ് എബവ് ഇൻ ദ സ്കൈ. അത് ഒരു സെന്റൻസിൽ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. ബസാർഡ് വാസ് സർക്ലിംഗ് ഇൻ ദ, വട്ടമിട്ട് പറക്കില്ലേ, ആകാശത്ത് വട്ടമിട്ട് പറക്കുക എന്നുള്ള മീനിങ്ങിൽ ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. ബസാർഡ്, എ ലാർജ് ബേർഡ് ഓഫ് പ്രേ. എ ബസാർഡ് വാസ് സർക്ലിംഗ് എബവ് ഇൻ ദ സ്കൈ. എൻടാങ്കിൾഡ് കോട്ടിംഗ്. എൻടാങ്കിൾഡ് കോട്ടിംഗ്, അകപ്പെടുക, കുടുങ്ങിപ്പോവുക എന്നുള്ള അർത്ഥങ്ങളൊക്കെ എൻടാങ്കിൾഡ് ഇന്നുണ്ട്. ദ ബേർഡ് വാസ് എൻടാങ്കിൾഡ് ഇൻ ദ വയർ നെറ്റ്. എന്താണ്, നമ്മൾ ഈ പക്ഷികളെയൊക്കെ പിടിക്കാൻ വേണ്ടി വല വിരിക്കില്ലേ, അപ്പോൾ അതിൽ അകപ്പെട്ടു പോയത് എന്താണ്, പക്ഷി അകപ്പെട്ടു പോവുക. ദ ബേർഡ് വാസ് എൻടാങ്കിൾഡ് ഇൻ ദ വയർ നെറ്റ്. അപ്പോൾ ആ ഒരു ഇപ്പോൾ പിടിക്കാൻ വേണ്ടി വെച്ച വലയിൽ അകപ്പെട്ടു പോവുക എന്നുള്ളത്, അതായത് ഊരിപ്പോരാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോവുക. ഇൻകംപ്രിഹെൻസിബിൾ ഡയലക്റ്റ്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭാഷ. കാസ്റ്റ് അവേ, എ സ്ട്രാൻഡഡ് പേഴ്സൺ. അപ്പം ഇത് എന്താണ്, രക്ഷപ്പെട്ടു വന്ന ഒരാൾ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ആൾ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ദ ലാൻഡ് സ്ലൈഡ് മെയ്ഡ് സെവറൽ പീപ്പിൾ കാസ്റ്റ് അവേ. നമ്മളിപ്പോൾ ഇവിടെ കഴിഞ്ഞ തവണ ഒരു ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ വന്നിരുന്നു. അതിൽ ഒരുപാട് പേർക്ക് ഉറ്റവരെയൊക്കെ നഷ്ടപ്പെട്ട് ചിലർ രക്ഷപ്പെട്ട് പോരും ചെയ്തിട്ടുണ്ട്. നോക്ക് ഡൗൺ, ടു ഹിറ്റ് സം വൺ ഓർ സംതിങ്. എന്തിനെങ്കിലും ഒന്നിനെ ഇടിച്ച് താഴെ ഇടുന്നതിന് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ത്, നോക്ക് ഡൗൺ എന്ന് പറയുന്നത്. ദ കാർ നോക്ക്ഡ് പെഡസ്ട്രിയൻ ഡൗൺ. കാൽനടക്കാരനെ, പെഡസ്ട്രിയൻ മീൻസ് കാൽനടക്കാരൻ, അവരെ എന്തായാലും കാവ് ഇടിച്ചു വീഴ്ത്തുക. ദാറ്റ് ഇസ്. സോ നമുക്കിപ്പോൾ ഇന്ന് ഈ ഒരു ബുദ്ധിമുട്ടുള്ള വാക്കുകളുടെയൊക്കെ മീനിങ്സ് ഒക്കെ നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ഈ ഒരു വേർഡ്സൊക്കെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇംഗ്ലീഷിലാണ് മീനിങ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഇംഗ്ലീഷ് മീനിങ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് റീഡിങ് കോംപ്രിഹെൻഷനിൽ ഈ ഒരു വേർഡിൻ്റെ മീനിങ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു വേർഡ് എന്നല്ല, പല വേർഡ്സിൻ്റെയും മീനിങ് ആ സമയത്ത് റീഡിങ് കോംപ്രിഹെൻഷനിലാണ് സാധാരണഗതിയിൽ ചോദിക്കാറ്. അപ്പോൾ ആ മീനിങ്സ് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, സോ നമുക്ക് എല്ലാ ക്ലാസ്സിലും ഉള്ള പോലെ തന്നെ, എല്ലാ തവണയും ചെയ്യുന്ന പോലെ തന്നെ ഇത്രയും ഭാഗം നമ്മളിങ്ങനെ ചെറിയ കുറച്ച് മെയിൻ പോയിന്റ്സ് ആയിട്ടുള്ള, ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോറിയിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത് മെയിൻ പോയിന്റ്സ് മാത്രമാണ്. പക്ഷേ ഈ മെയിൻ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്മറിയുടെ ഒരു പാർട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ സമ്മറിയുടെ ഒരു പാർട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സമ്മറിയുടെ പാർട്ട് വെച്ചിട്ട് നമുക്ക് ഡിസ്കോഴ്സ് ക്വസ്റ്റ്യൻസ്, അതായത് ഡയറി ലെറ്റർ എന്ന് പറഞ്ഞിട്ട് ഡയറി ലെറ്റർ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെയെന്നൊന്ന് നോക്കിയാലോ. അതായത് നമുക്കൊരു ഡിസ്കോഴ്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെ മെയിൻ പോയിന്റ്സ്, കഥയിലുള്ള
സമ്മറിയോ അല്ലെങ്കിൽ അതിൻ്റെ ആ സമ്മറി വെച്ചിട്ട് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ടുഡേ ഐ ആം ഗോയിങ് ടു ഗിവ് യു എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ തരാൻ പോവാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളൊന്ന് ആദ്യം ഒന്ന് എഴുതിയെടുക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയെടുത്തതിന് ശേഷം നമുക്കത് എങ്ങനെ ഈ ഒരു പോയിന്റ്സ്, ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കുറേ പോയിന്റ്സ് വെച്ചിട്ട് നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? So the question is, prepare a diary of Peleo based on his first meeting with the old man. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൂടിക്കാഴ്ച, ഓൾഡ് മാൻ ഹു ഹാഡ് ലാർജ് വിങ്സ്, ആദ്യത്തെ ഒരു കൂടിക്കാഴ്ചനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡയറി തയ്യാറാക്കാനാണ് നമ്മുടെ ചോദ്യം. പ്രിപ്പയർ എ ഡയറി of Peleo based on his first meeting with the old man who had large wings or enormous wings. വലിയ ചിറകുകളോട് കൂടിയിട്ടുള്ള ഈ പ്രായമായ ആളെ കണ്ടതിന് ശേഷമുള്ള പെലെയോ എഴുതുന്ന ഡയറി, അതാണ് നമ്മളിപ്പോൾ ഇന്നൊന്ന് എഴുതാൻ പോകുന്നത്. ഓക്കെ, സോ ഡയറീൻ്റെ ഫോർമാറ്റ് ഒന്നും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഡയറിയിൽ ആദ്യം നമ്മൾ എഴുതുന്നത് എന്താണ്? ഡേ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേ കൊടുക്കാം. ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് കൊടുക്കാം. ഡയറീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എഴുതുന്ന സമയത്ത് അതിനകത്ത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസിന് കുറച്ച് കൂടുതൽ മാർക്ക്, അതായത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ഡയറിയിൽ ഉണ്ടെങ്കിൽ മാർക്ക് കിട്ടാൻ കുറച്ചും കൂടി സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ മാർക്ക് കിട്ടും, പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ബിഗിനിങ്ങിൽ തന്നെ നമ്മൾ ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് തുടക്കം വെച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. വാട്ട് ആൻ അൺഫർഗറ്റബിൾ ഡേ. ഇപ്പോൾ എന്താണ് ആദ്യത്തെ സെൻറ്റൻസ് തന്നെ? എന്താ? വാട്ട് ആൻ അൺഫർഗറ്റബിൾ ഡേ. ഓ മൈ ഗോഡ്, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് സച്ച് എ ഡേ ഇൻ മൈ ലൈഫ്. ഐ കാൺട്ട് എക്സ്പ്രസ് മൈ ഫീലിങ്സ് ഇൻ വേർഡ്സ്. ഇതാണ് ആ ഫസ്റ്റത്തെ പാരഗ്രാഫ് നമ്മൾ എഴുതേണ്ടത്. വാട്ട് ആൻ അൺഫർഗറ്റബിൾ ഡേ എന്നുള്ള ആ ഒരു സെൻറ്റൻസിന് വളരെ പ്രത്യേകത ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു സാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും രണ്ട് സിറ്റുവേഷൻസിലും ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓ മൈ ഗോഡ് ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ ഹാപ്പി ആണെങ്കിലും സാഡ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് സച്ച് എ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഇങ്ങനത്തെ ഒരു ദിവസം പ്രതീക്ഷിച്ചിരുന്നില്ല. അതും നമുക്ക് സാഡ് ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും രണ്ട് സിറ്റുവേഷനിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കോമൺ ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഐ കാൺട്ട് എക്സ്പ്രസ് മൈ ഫീലിങ്സ് ഇൻ വേർഡ്സ്. എൻ്റെ ഈ ഒരു ഇതൊന്നും എനിക്ക് വാക്കുകൾ കൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സെൻറ്റൻസസ് ഒക്കെ കോമൺ ആയിട്ട് നമുക്ക് എല്ലാ ഒരു ഡയറിക്കും എഴുതാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ്. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റാണ് താഴെ എഴുതേണ്ടത്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് നോക്കാം. ഇനി അവസാനിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ഐ ഹോപ്പ് ടുമോറോ വിൽ ബി എ ഗുഡ് ഡേ. നാളെ ഒരു നല്ല ദിവസമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നത്തിങ് മോർ ടു പെൻ. ഇനി എഴുതാനായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡയറി എപ്പോഴും പാസ്റ്റ് ടെൻസിലേ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുള്ള ആ സമ്മറിൻ്റെ മെയിൻ പോയിൻറ്റ്സ് നമുക്ക് എങ്ങനെ ഒരു ഡയറിയിലേക്ക് എഴുതുമ്പോൾ എന്തെല്ലാം അതിൽ മാറ്റങ്ങൾ വരും എന്നുള്ളതൊന്ന് കാണാം. അല്ല, നമ്മൾ കുറച്ച് മാറ്റി എഴുതണമല്ലോ. കാരണം പെലെയോ ആണ് ഈ ഡയറി എഴുതുന്നത്. അപ്പോൾ പെലെയോ എന്നാണ് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ഡയറി എഴുതുക. അപ്പോൾ ഇതേ പോയിൻറ്റ്സ് തന്നെ നമുക്ക് എങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഡയറിയിലേക്ക് എഴുതാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ആ പോയിന്റ്സ് ഒന്നും കൂടി ഒന്ന് വായിക്കാം. എന്നിട്ട് അതിൽ വരുന്ന എന്തൊക്കെയാണ് മാറ്റങ്ങൾ, നമ്മളൊക്കെ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്താൻ പറ്റുക എന്നും കൂടി നോക്കാം. നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളത്, വൺ ഈവനിങ് പെലെയോ വാസ് കമ്മിങ് ബാക്ക് ടു ഹിസ് ഹൗസ്. ഫുൾ സ്റ്റോപ്പ്. ഹി നോട്ടീസ്ഡ് സംതിങ് മൂവിങ് ഇൻ ദ മഡ്. ഫുൾ സ്റ്റോപ്പ്. A man was lying face down in the mud, full stop. He couldn't get up by the weight of his wings, full stop. Peleo was frightened, full stop. He called his wife Elisenda. She was taking care of their sick child. The old man was dressed like a rag picker. There were only a few hairs on his bald head. He had very few teeth. His large wings were dirty and half plucked. He was silent.
When Plato and Elisenda spoke to him, he replied in an incomprehensible language. They thought that he was a lonely castaway from a foreign ship. Then they called a neighbor woman. She told them that he was an angel. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഇത് വെച്ച് നമുക്ക് എങ്ങനെ ഡയറി എഴുതാം? അപ്പം നേരത്തെ പോലെ തന്നെ നമ്മൾ ഫോമാറ്റിൽ കണ്ടിട്ടുള്ള ഡേ ആദ്യം എഴുതുക, പിന്നെ ഡേറ്റ് എഴുതാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആദ്യം ഡേ എഴുതാം, പിന്നെ ഡേറ്റ് എഴുതാം. വാട്ട് ആൻ അൺഫർഗറ്റബിൾ ഡേ, ഓ മൈ ഗോഡ്, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് സച്ച് എ ഡേ ഇൻ മൈ ലൈഫ്, ഐ കാൺട്ട് എക്സ്പ്രസ് മൈ ഫീലിങ്സ് ഇൻ വേർഡ്സ്. ആ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? നേരെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു സമ്മറിയുടെ പാർട്ടിൽ ആ ഫസ്റ്റ് മീറ്റിങ്ങിനെ പറ്റി പറയുന്ന ആ ഒരു ഭാഗം മാത്രം എടുത്താൽ മതി. വൺ ഈവനിങ് പെലയോ എന്നതിന് പകരം, പെലയോ ആണല്ലോ നമ്മൾ ഡയറി എഴുതുന്നത്, പെലയോ ആണല്ലോ, അതുകൊണ്ട് തന്നെ വൺ ഈവനിങ് പെലയോ എന്നുള്ളതിന് പകരം ഐ. വൺ ഈവനിങ് ഐ വാസ് കമ്മിങ് ബാക്ക് ടു മൈ ഹൗസ്. അതായത് ഹിസ് എന്നുള്ളത് എന്താവും? മൈ ആവും. ഫുൾ സ്റ്റോപ്പ്. ഐ നോട്ടിസ്ഡ് അല്ലെങ്കിൽ സോ രണ്ട് എഴുതിയാലും കുഴപ്പമില്ല. ഹി എന്നുള്ളത് എന്താവും? ഐ ആവും. ഐ സോ സംതിങ് മൂവിങ് ഇൻ ദ മഡ്. ഐ സോ സംതിങ് മൂവിങ് ഇൻ ദ മഡ്. ഫുൾ സ്റ്റോപ്പ്. എ മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അത് അതേപോലെ തന്നെ നമുക്ക് എഴുതാം. ഹി കുഡിൻ ഗെറ്റ് അപ്പ് ബൈ ദ വെയിറ്റ് ഓഫ് ഹിസ് വിങ്സ്. അതും അതേപോലെ തന്നെ എഴുതാം. ഇനി അടുത്തത് എന്താ? പെലയോ വാസ് ഫ്രൈറ്റൻഡ് എന്നുള്ളത് ഹി വാസ് ഫ്രൈറ്റൻഡ് എന്നുള്ളത് എന്താക്കാം? നമുക്ക് പെലയോ വാസ് ഫ്രൈറ്റൻഡ് എന്നുള്ളത് ഐ വാസ് ഫ്രൈറ്റൻഡ് എന്നാക്കാം. ഫുൾ സ്റ്റോപ്പ്. ഹി കോൾഡ് ഹിസ് വൈഫ് എന്നുള്ളത് എന്താണ്? ഐ കോൾഡ് മൈ വൈഫ് എലിസെൻഡ. അപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? പെലയോ അല്ലെങ്കിൽ ഹി എന്നുള്ളത് യൂസ് ചെയ്തത് നമ്മൾ എന്താക്കി? ഐ എന്നാക്കി. ഐ വാസ് ഫ്രൈറ്റൻഡ്. ഫുൾ സ്റ്റോപ്പ്. ഐ കോൾഡ് മൈ വൈഫ് എലിസെൻഡ. ഫുൾ സ്റ്റോപ്പ്. ഷീ വാസ് ടേക്കിംഗ് കെയർ ഓഫ് ദെയർ എന്നുള്ളത് എന്താവും? അവർ സിക്ക് ചൈൽഡ്. ദ ഓൾഡ് മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. പിന്നെ നമുക്ക് ആരെഴുതുകയാണെങ്കിലും അയാൾ എങ്ങനെ ഉണ്ടായിരുന്നു കാണാൻ എന്നുള്ളതൊക്കെ ഡയറിയിൽ നമ്മൾ എഴുതുമല്ലോ. അപ്പോൾ അത് നമുക്ക് ഡയറിയിൽ ഉൾപ്പെടുത്താം. ഹി ഹാഡ് വെരി ഫ്യൂ ടീത്ത്. അതും ഉൾപ്പെടുത്താം. ഹിസ് ലാർജ് വിങ്സ് വർ ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്. അതും ഉൾപ്പെടുത്താം. ദർ വർ ഓൺലി എ ഫ്യൂ ഹെയർസ് ഓൺ ഹിസ് ബാൽഡ് ഹെഡ്. അതും ഉൾപ്പെടുത്താം. ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് ഡയറിയിൽ ചേർക്കാം. ഹി വാസ് സൈലൻറ്റ്. അതും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഇതൊന്നും മാറ്റങ്ങളില്ലാണ്ട് തന്നെ നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. അതായത് ഓൾഡ് മാനിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറ്റങ്ങളില്ലാണ്ട് തന്നെ നേരിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ എന്താ, നമ്മൾ അടുത്ത സെന്റൻസ് എന്താണ്? വെൻ പ്ലേയോ ആൻഡ് എലിസെൻഡ സ്പോക്ക് ടു ഹിം ഹി റിപ്ലൈഡ് ഇൻ ആൻ ഇൻകംപ്രിഹെൻസിബിൾ ലാംഗ്വേജ് എന്നുള്ളതാണ്. അതെന്താക്കാം നമുക്ക്? വെൻ എലിസെൻഡ ആൻഡ് ഐ സ്പോക്ക് ടു ഹിം ഹി റെസ്പോണ്ടഡ് ഇൻ ആൻ ഇൻകംപ്രിഹെൻസിബിൾ ലാംഗ്വേജ്. ഫുൾ സ്റ്റോപ്പ്. അതായത് ഒന്നും കൂടി പറയാം. വെൻ എലിസെൻഡ ആൻഡ് ഐ സ്പോക്ക് ടു ഹിം ഹി റിപ്ലൈഡ് ഇൻ ആൻ ഇൻകംപ്രിഹെൻസിബിൾ ലാംഗ്വേജ്. ഫുൾ സ്റ്റോപ്പ്. ദേ തോട്ട് ദാറ്റ് എന്നുള്ളതിൽ നമ്മൾ വി ദേ എന്നുള്ളത് എന്താക്കണം? ആരാണ് അവിടെ ചിന്തിക്കുന്നത്? അവർ രണ്ടുപേരുമാണ്. അപ്പോൾ വി തോട്ട് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റവേ ഫ്രം എ ഫോറിൻ ഷിപ്പ്. ഞങ്ങൾ വിചാരിച്ചത് എന്താണ്? അദ്ദേഹം എവിടുന്നോ ഒരു ഷിപ്പ് ഞങ്ങൾ അപകടത്തിൽപ്പെട്ട് രക്ഷപ്പെട്ടു വന്ന ഒരാളായിരിക്കും എന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. അടുത്തതായിട്ട് എന്താണ്? ദെൻ വി കോൾഡ് എ നെയ്ബർ വുമൺ. അപ്പം എന്താണ്? ഞങ്ങൾ പിന്നീട് എന്താണ്? ഒരു അയൽവാസിയായിട്ടുള്ള ഒരു ആളെ വിളിച്ചു. ഷീ ടോൾഡ് അസ്. ദം എന്നുള്ളത് എന്താക്കാം? അസിലേക്ക് മാറ്റും. ഷീ ടോൾഡ് അസ് ദാറ്റ് ഹി വാസ് ആൻ ഏഞ്ചൽ. ആ ഏഞ്ചൽ വരെയുള്ള ഭാഗം, അതാണ് ഫസ്റ്റ് കണ്ടുമുട്ടലിൽ ഉള്ള അവരുടെ ഒരു
ഇംപ്രഷൻ ആദ്യം കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ അവിടെയാണ്. ഹി വാസ് എൻ ഏഞ്ചൽ എന്ന് വരെ എഴുതുക. അതിനുശേഷം നമ്മൾ എന്താണ് നേരത്തെ കണ്ട പോലെ തന്നെ ആ ലാസ്റ്റിൽ 2 സെൻറ്റൻസസും കൂടി ചേർക്കുക. ഐ ഹോപ്പ് ടുമോറോ വിൽ ബി എ ഗുഡ് ഡേ, നത്തിങ് മോർ ടു പെൻ. അപ്പോൾ നമ്മൾ ഇന്ന് എത്ര സിമ്പിളായിട്ടാണല്ലേ ഒരു ഡയറി എഴുതിയത്. അപ്പോൾ ഇതേപോലെ മെയിൻ പോയിന്റ്സ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കത് ഡയറിക്ക് ലെറ്ററിന് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള മെയിൻ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്